Meet the editors. മുണ്ട് മുറുക്കി ഉടുക്കാനോ എന്നാണ് ചോദ്യം. ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ ചട്ടം 300 അനുസരിച്ചാണ് മുഖ്യമന്ത്രി സഭയിൽ ഒരു പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവന ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ധവളപത്രത്തിൻ്റെ സ്വഭാവമുള്ള പ്രസ്താവനയായിരുന്നു. പക്ഷേ അതിലേറെ ശ്രദ്ധേയമായത് ഈ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കാൻ പോകുന്നു. പക്ഷേ അത് 2 വർഷം എടുത്തേ ഈ 5 ഗഡുക്കളായിട്ടുള്ള കുടിശ്ശിക കൊടുക്കാൻ പറ്റും. 2 ഗഡുക്കളായിട്ടായിരിക്കും കൊടുക്കുക. ഈ വർഷം 2, അടുത്ത വർഷം 3 എന്നുള്ളതാണ്. പക്ഷേ അത് പറയുന്നുണ്ട് സർക്കാർ, അതൊരു ഉറപ്പ് കൊടുക്കുകയാണ് നിയമസഭയിൽ. അതൊരു വലിയ ആത്മവിശ്വാസമാണ്. പക്ഷേ അതിൻ്റെ കൂടെ ചെലവ് ചുരുക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നു. പ്രതിപക്ഷം അതിനെ തള്ളിക്കളയുന്നു. അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? മുണ്ട് മുറുക്കി കൊടുക്കാനാണോ? ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. വളരെ അത്യന്താപേക്ഷിതമായൊരു ഇനിഷ്യേറ്റീവാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടായത്. ആ തിരിച്ചടിയെ വളരെ കൃത്യമായി തന്നെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ കേരളത്തിൽ നടന്നതും ഇന്ത്യ മുന്നണിയും BJPയും തമ്മിലുള്ള മത്സരം തന്നെയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള 2 ചേരികളാണ് ഇവിടെ മുഖാമുഖം നിന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോഴും ആര് ജയിച്ചാലും ഡൽഹിയിൽ പോയി ഒറ്റക്കെട്ടായി നിൽക്കാൻ പോകുന്നവരാണ് UDFും LDFും എന്ന കാര്യത്തിൽ കേരളീയർക്കാർക്കും സംശയമില്ല. അതുകൊണ്ട് 80% ആളുകളും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വോട്ട് ചെയ്തത്. പക്ഷേ UDFും LDFും മുഖാമുഖം നിന്ന് മത്സരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് UDF ജനങ്ങളുടെ ചോയ്സായി മാറിയത് എന്നൊരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച ആരോപണം എന്താ? അതൊരു മൃദുഹിന്ദുത്വ പാർട്ടിയാണെന്നാണ്. ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ BJPയേക്കാൾ വലിയ BJP ആകാനാണ് കമൽനാഥ് ശ്രമിച്ചത് എന്നൊരു ആരോപണമുണ്ട്. അതുമാത്രവുമല്ലല്ലോ, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും BJPയിലേക്ക് ചുവടുമാറുന്നു, കൂടുമാറുന്നു എന്നുള്ള ആരോപണവും അവർ നേരിടുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും കോൺഗ്രസിനും UDFിനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒറ്റ കാരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സർക്കാർ വിരുദ്ധ തരംഗമുണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റു പല ഘടകങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലെന്ന് പാർട്ടി ശരിയായ വണ്ണം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ജനവികാരം ഈ സർക്കാരിനെതിരായി പോയി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിശ്ചയമായും ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക തന്നെയാണ്. നോക്കൂ, ആ കണക്ക് വളരെ ശ്രദ്ധേയമാണ്. 52 ലക്ഷം പേർക്കാണ് ഈ സർക്കാർ ക്ഷേമ പെൻഷൻ, 62 ലക്ഷം പേർക്ക് ആണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. അതുമാത്രമല്ലല്ലോ, വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷനുമുണ്ട് അല്ലേ. ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ കിട്ടുന്നവരുണ്ട്, കൈത്തറി തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ കിട്ടുന്നവരുണ്ട്, തയ്യൽ തൊഴിലാളി പെൻഷൻ കിട്ടുന്നവരുണ്ട്. അത് ഏതാണ്ട് ഒരു 40-45 ലക്ഷത്തോളം വരും. എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1 കോടിയോളം വരുന്ന നിരാശ്രയരായ മനുഷ്യരുടെ ഒരു ആശ്രയമാണ് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. ആ 1 കോടി എന്ന് പറയുന്നത് ചെറിയൊരു ജനസംഖ്യയാണോ? 3.5 കോടി ആകെയുള്ള ജനസംഖ്യയിൽ 1 കോടി പേരും ആശ്രയിക്കുന്ന ഒരു പണം ആണ് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. അത് അവർക്ക് കിട്ടാതെ വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയ അപ്രിയം സർക്കാരിനോട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, അത് കൃത്യമായി അത് വളരെ ഓരോ ഘട്ടം ഘട്ടമായി ഉയർത്തുകയും ആദ്യം 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കുന്നു, പിന്നെ 1100 ആക്കുന്നു, പിന്നെ 1300 ആക്കുന്നു, പിന്നെ 1600 ആക്കുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി ക്ഷേമ പെൻഷൻ ഉയർത്തിക്കൊണ്ടുവന്ന് അത് കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നതിനോടുള്ളൊരു കടപ്പാട് കൂടിയാണല്ലോ 2021 ഈ തെരഞ്ഞെടുപ്പിലെ തുടർ വിജയം എന്ന് പറയുന്നത്. ആ കടപ്പാട് ആ ജനവിഭാഗം സർക്കാരിന് അനുകൂലമായി രേഖപ്പെടുത്തിയതിൻ്റെ ഒരു വിജയം കൂടിയാണ് തുടർ ഭരണം എന്ന് പറയുന്നത്. ആ വിഭാഗത്തെ പിന്നീട് പരിഗണിക്കാൻ തന്നെ ഈ സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. 2ാം പിണറായി സർക്കാർ 3 ബജറ്റ് അവതരിപ്പിച്ചില്ലേ. ആ 3 ബജറ്റിലും ക്ഷേമ പെൻഷൻ കൂട്ടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തന്നെ, ഈ പ്രഖ്യാപിച്ച പെൻഷൻ കൊടുക്കാൻ തന്നെ കഴിയാതെ പോയൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതൊരു വലിയ അപ്രിയത ഉണ്ടാക്കി. അതൊക്കെ ഇന്ന് എണ്ണി മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നുണ്ട്. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കും, അതുമായി ബന്ധപ്പെട്ട കുടിശ്ശികകളെല്ലാം വളരെ പെട്ടെന്ന് കൊടുത്തു തീർക്കും. നെല്ല് സംഭരണവുമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാനുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കും. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക അത് കൊടുത്തു തീർക്കും. ക്ഷേമ പെൻഷൻ കൃത്യമാക്കും. അതിപ്പോൾ കൃത്യമായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന 5 ഗഡുവിൽ 2 ഗഡു ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷത്തിൽ 3 ഗഡുവും കൊടുക്കും. ഏതാണ്ട് 4500 കോടി രൂപയോളം അതിന് മാത്രമായിട്ട് ആവശ്യമുണ്ട്. അപ്പം ഈ രീതിയിൽ എന്തുകൊണ്ട് ജനവികാരം എതിരായി എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തുറന്ന മനസ്സോടുകൂടിയുള്ള സമീപനം ഇന്ന് മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട്. കാരണം ഈ പറയുന്ന ജനരോഷം എന്തുകൊണ്ടുണ്ടായി? അത് ഭരണത്തിൻ്റെ മുൻഗണനയുമായി ബന്ധപ്പെട്ട്, ഭരണരീതിയുമായി ബന്ധപ്പെട്ട് ഒരു സർക്കാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊടുക്കാൻ കഴിയാതെ പോയതിൻ്റെ വലിയൊരു തിരിച്ചടിയായി അദ്ദേഹം തന്നെ അത് മനസ്സിലാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ചട്ടം 300 പ്രകാരം അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതൊരു ധനമന്ത്രിയാണ് ഈ സഭയിൽ പറയേണ്ടത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് ഈ വീഴ്ചകളെ ഗൗരവത്തോടുകൂടി CPMഉം സർക്കാരും കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ പാർട്ടിയിലെ ഒന്നാമനായിട്ടുള്ള, സർക്കാരിലെ
ഒന്നാമനായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ വന്നിട്ട് നിയമസഭയിൽ ഈ കാര്യം പറയുന്നു. പിന്നെ നിയമസഭ എന്ന് പറയുന്ന ഫോറത്തിൻ്റെ പ്രത്യേകത എന്താ? ഇതങ്ങ് വെറുതെ പറഞ്ഞിട്ട് പോകാൻ കഴിയില്ല. ഇത് പ്രതിപക്ഷം അപ്പം തന്നെ ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായ ഞെരുക്കം, സാമ്പത്തികമായ പ്രതിസന്ധിക്ക് പണഞ്ഞെരുക്കത്തിൻ്റെ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇതെല്ലാം വിശദീകരിക്കുന്നത്. ആ സ്ഥിതിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. GST കോമ്പൻസേഷൻ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയില്ല. കാരണം അതൊരു നയമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക നയമാണ്. 2, കടമെടുപ്പ് പരിധി ഇനി വീണ്ടും അനുവദിക്കാൻ പോകുന്നില്ല, പുനഃസ്ഥാപിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പണഞ്ഞെരുക്കത്തിൻ്റെ കാരണം എന്ന് പറയുന്നു. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വർഷാവർഷം കൃത്യമായി നമ്മുടെ വെള്ളക്കരം കൂട്ടുന്നുണ്ട്, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ നികുതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പെട്രോളിനും ഡീസലിനും നമ്മൾ അധിക സെസ് നൽകുന്നുണ്ട് 2 രൂപ വെച്ച്. ഈ രീതിയിലൊക്കെ വരുമാന മാർഗം സംസ്ഥാനത്തിൻ്റെതായ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ബാലഗോപാൽ പറയുന്നത് മുഖവിലേക്ക് എടുക്കാമെങ്കിൽ 65% തനത് വരുമാനം വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. 56%. അതെ, ഈ 56% വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനെ VD സൈസിൽ നിന്ന് കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2020-21 കോവിഡ് കാലവുമായി ബന്ധപ്പെട്ടാണ് ആ താരതമ്യം വന്നിരിക്കുന്നതെന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും അത്രയും വരുമാനം വർദ്ധിപ്പിക്കുന്നു എന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ നയങ്ങളിലൊരു മാറ്റം വരാതിരിക്കുമ്പോൾ പോലും ഈ ഉറപ്പുകളെല്ലാം മുഖ്യമന്ത്രി നൽകുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നൊരു ആശങ്കയാണ് പ്രതിപക്ഷം പറയുന്നത്. കാരണം ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അവിടെ അതേപോലെ നിൽക്കുകയാണ്. ആ മാന്യം, ആ പറയുന്ന കമ്മി എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നമുക്ക് വിഹിതമായി കിട്ടേണ്ട പലതും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതെങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം ഇതിനകത്തില്ല. എന്ന് മാത്രവുമല്ല, വലിയ ബാധ്യതയാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു 100 രൂപ ഒരു പെൻഷൻ കൊടുക്കണമെങ്കിൽ 2 രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത്, ബാക്കി 98 രൂപയും സംസ്ഥാനത്തിൻ്റെ വിഹിതമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ധനപ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ചൊരു വിശദീകരണം എന്തായാലും അദ്ദേഹം നൽകിയിട്ടില്ല. അത് നൽകണമെന്നുമില്ല. നിയമസഭയിൽ ഈ ഉറപ്പുകളൊക്കെ കൊടുത്താൽ മതി. കാരണം കൊടുക്കുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടേണ്ടതാണ്. പാലിക്കപ്പെടാൻ പ്രത്യേകിച്ച് നിയമസഭയുടെ ഫ്ലോറിൽ വന്ന് മുഖ്യമന്ത്രിയെ പോലുള്ള ആൾ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിശ്ചയമായും ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ജനവികാരത്തെ അടിസ്ഥാനപരമായി എന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിലുള്ളതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു തിരുത്തലിന് CPM തയ്യാറാകുമെന്ന് ആ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ഘടകങ്ങളും പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസ്താവനയെ ഞാൻ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. അതൊരു കണ്ണു തുറക്കലിൻ്റെ ഒരു സൂചനയായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന ഭരണപരമായിട്ട് മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് മുൻഗണനകൾ നിശ്ചയിക്കുകയും ആ മുൻഗണനകൾ ജനപ്രിയമാകുകയും ജനോപകാരപ്രദമാകുകയും സമൂഹത്തിന് ഗുണകരമാകുകയും ചെയ്യുന്ന രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ് ഈ സർക്കാർ എടുക്കുമെന്നതിൻ്റെ സൂചനയായിട്ട് ഇന്നത്തെ പ്രസ്താവത്തെ വിലയിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനും തീർച്ചയായും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ ചട്ടം 300 പ്രകാരം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിനെ സ്വാഗതം ചെയ്യുകയാണ്. അത് കേരളത്തിലെ വലിയൊരു ജനവിഭാഗത്തിന് ആശ്വാസകരമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം ആശ്വാസമാവില്ല, കൃത്യമായും പണം അവരുടെ കൈകളിലേക്ക് എത്തണം എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നൽകിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് വരുന്ന ഒരു തിരിച്ചറിവോ അതല്ലെങ്കിൽ ഒരു ഊർജ്ജമോ ആണ് ഇന്നിപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, പക്ഷേ അത് കൃത്യമായി ഇന്ന് ധവളപത്രത്തിൻ്റെ സ്വഭാവത്തോടു കൂടി ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കണക്കുകൾ നമ്മൾ പറഞ്ഞു തന്നെ പോകണം. കേരളത്തിൽ 62 ലക്ഷം ആളുകൾക്ക് വളരെ കൃത്യമായി എല്ലാ മാസവും കോവിഡ് കാലത്തും പ്രളയകാലത്തുമടക്കം വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ചിരുന്നൊരു സർക്കാരായിരുന്നു പിണറായി സർക്കാർ ഒന്നാം കാലഘട്ടത്തിൽ. രണ്ടാം പിണറായി സർക്കാരും അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പെൻഷൻ കൊടുത്തു തുടങ്ങുമ്പോൾ അതിലൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. 2022 മാർച്ച് മാസം 31-ാം തീയതി വരെയും ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ 2022 മാർച്ച് മാസം 31-ന് ശേഷം പെൻഷൻ കുടിശ്ശിക വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഒരു ഉത്തരവ് കൊണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ കിഫ്ബിയുടെ പേരിലും കേരളത്തിൽ സാമൂഹികക്ഷേമ പെൻഷൻ കൊടുക്കാനായി രൂപീകരിച്ച പെൻഷൻ ഫണ്ടിൻ്റെ പേരിലും ഈ സർക്കാർ എടുത്തിരിക്കുന്ന എല്ലാ വായ്പകളും കേരള സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി കണക്കാക്കുകയും ആ വായ്പയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന വായ്പാ പരിധിയിൽ ഒരു കുറവ് സംഭവിക്കുകയും ചെയ്തു. സാധാരണ രീതിയിൽ അങ്ങനെ കുറവ് സംഭവിച്ചാൽ നമ്മളതിനെ നേരിടാൻ തയ്യാറാവും. കാരണം അടുത്ത സാമ്പത്തിക വർഷം ഇനി ഈ വായ്പാ പരിധിയിൽ ഇത്ര മാത്രമേ നിങ്ങൾക്ക് കുറച്ച് കിട്ടൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ദാറ്റ്സ് എ കോമൺ സെൻസ്. അങ്ങനെയാണ് സാധാരണ നമ്മളോട് ചെയ്യുക. പക്ഷേ ഇവിടെ നോക്കണം, കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരം
അടുത്ത സാമ്പത്തിക വർഷം നിങ്ങൾക്ക് ഉള്ള വായ്പാ പരിധിയിലെ കുറവ് എന്നതല്ല ഇവിടെ വരുത്തിയിരിക്കുന്നത്. പകരം 2016 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി അത് നിങ്ങളുടെ ബാധ്യതയായിട്ട് കണക്കാക്കുമെന്ന് വിചിത്രമായൊരു ഉത്തരവിറക്കി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഓർമ്മിക്കണം, അതുവരെയും ഈ സംസ്ഥാനത്ത് സാമൂഹികക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വസ്തുത നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്ത് 12,560 കോടി രൂപ ഒരു വർഷം കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് കടമെടുക്കുന്നു എന്ന് പ്രേക്ഷകർ കരുതരുത്. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രവുമായി ഇങ്ങനെയൊരു ഉടമ്പടിയുടെ പുറത്താണ് ജീവിക്കുന്നത്. അതാണ് നമ്മൾ ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത്. ആ വായ്പാ പരിധി കേരളത്തിന് FRBM ആക്ട് പ്രകാരം കൃത്യമായിട്ടും അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളം കടമെടുത്തുകൊണ്ടിരിക്കുന്നതും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അടക്കം 1,600 രൂപ വീടുകളിൽ എത്തിച്ചുകൊണ്ടിരുന്നതും. കേന്ദ്രം ഈ ഉത്തരവിറക്കുന്നത് വരെ ഇവിടെ ഒരു കുടിശ്ശികയും ഉണ്ടായിരുന്നില്ല, ഒരിടത്തും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കേന്ദ്രം ഉത്തരവിറക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 12,560 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്ത് കടമെടുക്കാനുള്ള ഒരു വർഷത്തെ ബഡ്ജറ്റിൽ ഇടിവ് സംഭവിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു വർഷം, ഒരു മാസം, ഒരു 1,200 രൂപ വെച്ച് പെൻഷൻ കൊടുത്തു തീർക്കാൻ 992 കോടി രൂപ വേണം. ഇങ്ങനെ മൊത്തം കണക്ക് കൂട്ടിയാൽ ഒരു വർഷം കേരളത്തിലെ മുഴുവൻ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്കും പെൻഷൻ കൊടുക്കാനുള്ള തുകയാണ് ഈ വായ്പാ പരിധി കട്ട് ചെയ്തതിലൂടെ കേന്ദ്രം നിഷേധിച്ചത്. ദാറ്റ് ഈസ് എ പോയിന്റ് നമ്പർ 1. അതാണ് ഇന്ന് മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ ഈ കണക്ക് സൂചിപ്പിച്ചത്. ഇത് പറയേണ്ട കാര്യം എന്തുകൊണ്ട്? അപ്പോൾ ഒരു സ്വാഭാവിക ചോദ്യം വരും, കേന്ദ്രത്തിലെ ആശ്രയിച്ചാണോ നിങ്ങൾ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുക? അങ്ങനെയല്ല. നമ്മളുടെ പെൻഷൻ എന്ന് പറയുന്നത് കേരളം 4 ലക്ഷം കോടി രൂപ കടത്തിലാണ്, കേന്ദ്രം 205 ലക്ഷം രൂപ കടത്തിലാണ്. ആ കടത്തെ നിയന്ത്രിക്കുന്നത് FRBM ആക്ടാണ്. ആ ആക്ട് പ്രകാരം നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം. കേന്ദ്രത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 5.1 ആണ്, സംസ്ഥാനത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3.4 ആണ്, കുറവാണ്. അപ്പോൾ നമുക്ക് കടമെടുക്കാവുന്ന പരിധി മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ 7-മോ 8-മോ ആണ് കേരളത്തിൻ്റെ കടമെടുക്കുന്നതിൻ്റെ പരിധിയിൽ കേരളം നിൽക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് കേന്ദ്രം ചെയ്തത്? ജനക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി കിഫ്ബി ഫണ്ടിൽ നിന്ന്, സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി പെൻഷൻ ഫണ്ടിൽ നിന്ന് പണം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സംസ്ഥാനത്തെ പാരലൈസ് ചെയ്യണം. അങ്ങനെ സംസ്ഥാനത്തെ പാരലൈസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കിഫ്ബി ഫണ്ടിനെയും പെൻഷൻ ഫണ്ടിനെയും പിടിച്ച് നിങ്ങളുടെ വായ്പാ പരിധിയുടെ ഫിനാൻഷ്യൽ സപ്ലൈ കട്ട് ചെയ്തു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗി, അതുവരെയും ഒരു കുഴപ്പവുമില്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന രോഗിയെ നിങ്ങൾ വെന്റിലേറ്ററിൽ കൊണ്ട് ഇട്ടു എന്ന് മാത്രമല്ല അവിടേക്കുള്ള ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്തു കേന്ദ്ര സർക്കാർ. ഇതാണ് പോയിന്റ് നമ്പർ 1. അവിടെയാണ് സംസ്ഥാന സർക്കാർ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നത്. പക്ഷേ എങ്ങനെ പണം കണ്ടെത്തുമെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ധനകാര്യ കമ്മീഷൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് 14-ാം ധനകാര്യ കമ്മീഷനും 15-ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തുമ്പോൾ 2.5% നിന്ന് 1.92% സംസ്ഥാനത്തിൻ്റെ വിഹിതം ചുരുങ്ങി. അതുമൂലം എത്ര നഷ്ടപ്പെട്ടു കേരളത്തിന്? 9,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി ഈ സാമ്പത്തിക വർഷം. പോട്ടെ, അത് ഇന്ത്യ മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിരിക്കുന്ന പുതിയ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് കണക്കാക്കാം. പക്ഷെ അപ്പോഴും മറ്റൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഈ സാമൂഹ്യക്ഷേമ പെൻഷനിൽ 2% കേന്ദ്രത്തിൻ്റെ വിഹിതം കേട്ടോ. അതായത് 79 വയസ്സുവരെയുള്ള വാർദ്ധക്യകാല പെൻഷൻ കേന്ദ്രത്തിൻ്റെ 1,200 രൂപയിലെ പങ്കെത്രയാണെന്നറിയാമോ? 200 രൂപയാണ്. അതായത് 60 വയസ്സ് പിന്നിട്ടിരിക്കുന്നവരിൽ 1,200 രൂപ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ 200 രൂപ കേന്ദ്രവും 1,400 രൂപ സംസ്ഥാന സർക്കാരും തരുന്നു. അത് 80 വയസ്സിന് മുകളിലാകുമ്പോൾ അതിൽ 500 രൂപ കേന്ദ്രം തരുന്നു, 1,200 രൂപ സംസ്ഥാന സർക്കാർ തരുന്നു. വിധവകൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ 300 രൂപ കേന്ദ്രം തരുന്നു, 1,300 രൂപ സംസ്ഥാന സർക്കാർ തരുന്നു. വികലാംഗർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ 300 രൂപ കേന്ദ്രം തരുന്നു, 1,300 രൂപ സംസ്ഥാനങ്ങൾ തരുന്നു. അങ്ങനെ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ കേവലം 2% താഴെ മാത്രമുള്ള കേന്ദ്രവിഹിതം ഇതുവരെയും കൊടുത്തിട്ടില്ല. 2023 ജൂൺ മാസം വരെയുള്ള കേന്ദ്രവിഹിതം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലും കുടിശ്ശിക വരുത്തി കേന്ദ്രം. അവിടെയാണ് ബ്രാൻഡിംഗ് അടക്കമുള്ള പദ്ധതികളിലൂടെ ജനക്ഷേമ പദ്ധതികളിൽ വിഹിതം കുറവ് വരുത്തി. മാത്രവുമല്ല കേന്ദ്രത്തിൻ്റെ എയ്ഡുകളിൽ കുറവ് സംഭവിച്ചു. ഇങ്ങനെ ഈ കുറവുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലെ. അതുകൊണ്ടാണ് ഞാൻ ആ ഡേറ്റ് പറഞ്ഞത്. ഈ തീരുമാനം വരുന്നതുവരെയും നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കുടിശ്ശിക കേട്ടിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന കുടിശ്ശികയെ പോലെ ഒന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലെന്ന് മാത്രവുമല്ല, കിറ്റ് കൊടുത്തതും പെൻഷൻ കൊടുത്തതും വോട്ടായി മാറുമോ എന്ന ആശങ്കയിൽ പ്രതിപക്ഷം നിന്നതും വലിയ വിവാദമായതും നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് ഈ സർക്കാർ ഇന്ന് പറഞ്ഞിരിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 2 സാമ്പത്തിക വർഷമായി കണക്കാക്കിക്കൊണ്ട് ഈ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക തരുമെന്ന് പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അവിടെയുള്ള ആശങ്ക, ഈ സർക്കാർ ഇനി കണ്ടെത്തേണ്ടത് 4,280 കോടി രൂപയാണ് കുടിശ്ശികയുള്ള 5 മാസത്തെ പെൻഷൻ കണ്ടെത്താൻ.
ഇത് കൂടാതെയാണ് ഓരോ മാസത്തെയും 900 കോടി കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. പക്ഷേ അപ്പോഴും നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ 56% വർധനവാണ് തനത് നികുതി വരുമാനത്തിൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കണക്കാണ്. നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിലെ ചെലവ് ചുരുക്കാനുള്ള നടപടികൾ വരുന്നതും സ്വാഗതാർഹമായ കാര്യമാണ്. അത് ശരിക്കും 2023 മുതൽ തന്നെ 22 തന്നെ ഈ ഉത്തരവ് വരുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഒരു സത്യസന്ധത കേരളത്തിലെ സർക്കാർ കാട്ടണമായിരുന്നു എന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട്. അവിടെ മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ളത്. കാരണം ഈ കേന്ദ്ര സർക്കാർ നമ്മളെ ഞെരുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഞെരുക്കത്തിൽ പിന്നീട് നിങ്ങൾക്ക് വിശാലത വരുത്തുക സാധ്യമല്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഒതുങ്ങുക എന്ന് പറയുന്നതും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പല ഘട്ടങ്ങളിലും അത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധിക്കാതെ പോയി. അതിൻ്റെ ഘട്ടത്തിലാണ് ചുരുങ്ങിയ പണമാണെങ്കിൽ പോലും കേരളീയം എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷ വിമർശനം ഉണ്ടാവുന്നതും ആ ഘട്ടത്തിലാണ്. ഇതൊക്കെ പ്രതീതി നിർമ്മാണത്തിൻ്റെ ഭാഗം കൂടിയാണെന്നേ. നിങ്ങൾ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നു എന്നത് വിശ്വസിപ്പിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ചെലവ് ചുരുക്കാൻ ഇപ്പോൾ എടുത്ത തീരുമാനത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. 4250 കോടി രൂപയാണ് ഇനി കണ്ടെത്തേണ്ടത്. അത് സർക്കാർ കണ്ടെത്തുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് മുണ്ടുമുറുക്ക് ഉടുക്കണം എന്ന് സർക്കാർ തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചത് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് എൻ്റെ ടേക്ക്. സുജയ, മുണ്ടുമുറുക്കി ഉടുക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിലും ഇതിനകം തന്നെ ഉടുത്ത് അതിൻ്റെ പുറത്ത് ബെൽറ്റും കെട്ടി നിൽക്കുന്ന നാട്ടുകാരോട് ഇനിയിപ്പോൾ നിങ്ങൾ മുണ്ടുമുറുക്കി ഉടുക്കണം എന്നൊന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറയേണ്ട കാര്യമില്ല. ജനങ്ങൾ ഇതിനകം തന്നെ ഉടുത്തു തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ ആ ഉടുത്ത മുണ്ട് ഒന്നുകൂടി ഒന്ന് മുറുക്കി വലിച്ചൊന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് കുത്തി ഉറപ്പിക്കുകയാണ് മലയാളി ഇന്ന് നിയമസഭയിലെ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ചെയ്തത്. ഇനി കുടിശ്ശികകളെല്ലാം തീർക്കുമെന്ന് സഭയിൽ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. ഈ കുടിശ്ശിക തീർക്കുന്നത് എപ്പോഴാണ് എന്നതുകൂടി കൃത്യമായി നമ്മുടെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാം. പാവങ്ങൾ അല്ലെങ്കിൽ വിചാരിക്കും ഇതിപ്പോൾ ജൂലൈ മാസമാണ്, ഓണത്തിന് മുൻപേ ഈ കുടിശ്ശിക എല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഒരു ചാക്ക് അരി വാങ്ങി സൂക്ഷിച്ചു വെച്ചേക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. അതിനുള്ള വഴി എന്തായാലും തെളിയുന്നില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് ഈ സാമ്പത്തിക വർഷത്തിൽ 2024-25 2 ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ, അതായത് 2025-26 തെരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും മറ്റേ കുടിശ്ശിക 3 ഗഡു വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 രീതിയിലാണ് അത് കൊടുക്കാൻ പോകുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുവേ ഈ കുടിശ്ശിക കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിലവിൽ 5 ഗഡുക്കൾ കുടിശ്ശികയാണ്, അതിൽ 3-2 അങ്ങനെയുള്ള വിഭജനമാണ് എന്നതും മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 4250 കോടി രൂപ കുടിശ്ശികയുണ്ട്. അപ്പോൾ അതിൽ 1700 കോടി രൂപയുടെ കുടിശ്ശികയാണ് സർക്കാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 2026 എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷമാണ്. അതിന് തൊട്ട് മുൻപായിരിക്കും ഈ ബാക്കിയുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പോകുന്നത്. അപ്പോഴേക്കും കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഈ വിമർശനങ്ങളൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും. കാരണം 2-3 ആ ഒരു കൃത്യമായ ഡിവിഷനും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ഉണ്ട് എന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി ക്ഷേമനിധി ബോർഡുകളെ കുറിച്ച് ഇവിടെ ഉണ്ണിസാർ സൂചിപ്പിച്ചു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി, പീഡിക തൊഴിലാളി ക്ഷേമനിധി, കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി, അബ്കാരി തൊഴിലാളി ക്ഷേമനിധി, ഇവിടെയൊക്കെ പെൻഷൻ വിതരണം ചെയ്തിരിക്കുന്നത് മറ്റു പെൻഷനുകളെ വെച്ച് നോക്കുമ്പോൾ മെയ് വരെയുള്ള, ഇക്കഴിഞ്ഞ മെയ് വരെയുള്ള 2 മാസത്തെ കുടിശ്ശികയുള്ളൂ. അവിടെയൊക്കെ മെയ് മാസം വരെയുള്ള പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി അടക്കം എല്ലായിടത്തും കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയിൽ പക്ഷേ കഴിഞ്ഞ വർഷം മെയ് വരെയുള്ളതാണ് വിതരണം ചെയ്തിരിക്കുന്നത്. അതാണ് വ്യത്യാസം. ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റം ഹെഡ്സിൽ വരുന്നതെല്ലാം ഇക്കഴിഞ്ഞ മെയ് വരെ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ 2023 മെയ് വരെയേ കൊടുത്തിട്ടുള്ളൂ. അത് കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സെസ്സിൽ നിന്നാണ് ആ പെൻഷൻ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ വർഷം മെയ് തൊട്ട് മുടങ്ങിക്കിടക്കുകയാണ് എന്നതുകൂടി ഓർക്കണം. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടില്ല? അവിടെ സെസ് കാര്യക്ഷമമായി പിരിച്ചെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടുത്തെ ആ കുടിശ്ശിക, അത് കേന്ദ്രം തരണ്ട, പിരിച്ചെടുത്താൽ മതി. അപ്പോൾ ആ സെസ് കാര്യക്ഷമമായി പിരിച്ചെടുത്ത് കുടിശ്ശിക നിവാരണത്തിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണം. അവിടെ മുറുക്കി കൊടുക്കാൻ പറ്റില്ല. ആ കുടിശ്ശിക കിട്ടാനുള്ളവർക്ക് പിരിച്ചെടുത്ത് കൊടുക്കണം. ആ പിരിച്ചെടുത്ത് കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥരോട് കൃത്യമായി സർക്കാർ തലത്തിൽ തന്നെ അതിൻ്റെ ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യേണ്ടത്. ഇനി ഈ പറയുന്ന ആധാരമെഴുത്തുകാരുടെയും അവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനത് ഫണ്ടിൽ നിന്നെടുത്താണ് ക്ഷേമനിധി കൊടുക്കേണ്ടത്. ഈ ആനുകൂല്യങ്ങളൊന്നും കുടിശ്ശികയില്ല, അത് കൃത്യമായി പോകുന്നുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക കിടക്കുന്ന ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഉണ്ണിസാർ സൂചിപ്പിച്ചല്ലോ മറ്റ് മേഖലകളുണ്ട് എന്ന്. അതിൽ ഖാദി ഇൻകം സപ്പോർട്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് സർക്കാർ കൊടുക്കുന്ന സ്കീമാണ്. അതിൽ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഉൽപ്പാദക ബോണസ്, ഉത്സവ ബത്ത ഇതെല്ലാം കുടിശ്ശികയായി കിടക്കുകയാണ്. ഇതിൽ 38 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്.
ഉണ്ട്. ഇതിനകത്ത് കൊടുത്തു തീർക്കാനായിട്ടുള്ള നടപടി സംബന്ധിച്ച് ഇതുവരെ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അക്കാര്യവും പറഞ്ഞു. കാരണം അവരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. നമ്മുടെ അടക്കം റിപ്പോർട്ടുകളിലേക്ക് ആ കുടിശ്ശികയെക്കുറിച്ച് അവർ സൂചിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ സൗണ്ട് ബൈറ്റ് അടക്കം നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതാണ്. ഈ അംഗനവാടിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ വിരമിച്ച ആളുകൾക്കുള്ള തുക, അതൊന്നും ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഉണ്ടായതല്ല. അതിന് മുൻപേ കുടിശ്ശിക കിടക്കുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഭരിക്കുന്ന ഒരേ സർക്കാരാണല്ലോ. അതിന് മുൻപേ, അതായത് കേന്ദ്രം പിടിച്ച് ഞെരുക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള കുടിശ്ശികയുണ്ട്. അതും കൊടുത്തിട്ടില്ല. അതായത് ഇത് ഇങ്ങനെ ലോക്സ് ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ലോകം ഉദ്ദേശിച്ചത് ഈ തടിക്കഷ്ണങ്ങൾ കൊണ്ടെന്ന് ഇങ്ങനെ കൂട്ടിയിടുന്നത് പോലെ ഈ ഓരോ കണക്കുകളും ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. ആ കൂടിക്കിടക്കുന്നതിൽ നിന്ന് അതിൻ്റെ മുകളിലത്തെ 3-4 വലിയ മരത്തടി എന്ന് പറയുന്നത് കേന്ദ്രം കൊടുക്കാത്തത് കൊണ്ടുള്ള, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടുള്ള, വിചാരിച്ച രീതിയിൽ കടമെടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള കുടിശ്ശികയാണ്. പക്ഷേ അതിൻ്റെ അടിയിൽ പൈൽ ചെയ്ത് കിടക്കുന്ന ചെറിയ ചെറിയ തടിക്കഷ്ണങ്ങളുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് കെടുകാര്യസ്ഥത മൂലമുള്ള തടിക്കഷ്ണങ്ങളാണ്. അത് സർക്കാർ ഓർക്കണം. അല്ലാതെ എല്ലാം കൂടി മുകളിൽ കിടക്കുന്ന 3-4 തടിക്കഷ്ണത്തിന് പുറത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യ ടേക്ക്. ഇനി ആരോഗ്യ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ തന്നെ കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇന്നത്തെ നിയമസഭാ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. കാരണം മരുന്ന് വിതരണം അടക്കം മുടങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് വാർത്ത നൽകുന്ന കാര്യമാണ്. അതിൽ എന്തുകൊണ്ടാണ് അതിനൊരു മുൻഗണനാക്രമം നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ ആ കുടിശ്ശികയ്ക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്കീമിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തത്, എന്തുകൊണ്ടാണ് അത് പറയാത്തത് എന്നതും പിന്നെ പൈസ കൊടുക്കുന്നു തന്നെ പറഞ്ഞു. അതാ ഇന്ന് പറഞ്ഞത് കാരുണ്യ പദ്ധതിയുടെ ഭാഗമായും മരുന്ന് വിതരണത്തിലുള്ള ബില്ലുകളിലും വരുന്ന കുടിശ്ശിക സമയബന്ധിതമായി ഈ സാമ്പത്തിക വർഷത്തിൽ, അതായത് ഈ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിലിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് അടുത്ത മാർച്ചിന് മുൻപ് എപ്പോഴേലും കൊടുക്കും. ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു മുൻഗണന എപ്പോഴത്തേക്ക് കൊടുക്കും എന്നുള്ളത് പറഞ്ഞിട്ടില്ല. കാരണം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് സാറേ ഞാനത് പറഞ്ഞത്. അങ്ങ് പറഞ്ഞതിനോടുള്ള വിയോജിപ്പല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് സോൾവ് ചെയ്യേണ്ട ഇഷ്യൂസ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സോൾവ് ചെയ്യണം. കാരണം കുറേ നാളുകളായി ലോങ് പെൻഡിങ് ആണല്ലോ. ഇവിടെ കേന്ദ്രത്തെ കുറ്റം പറയുന്ന എൻ്റെ സുഹൃത്ത് ചിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, എന്നാലും ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അതിനുശേഷം ആരുടെ ഈ പറയുന്നത് പിണറായി വിജയനോടാണോ അതോ NHMന്റെ 500 കോടി തരാത്ത കേന്ദ്ര സർക്കാർ? എനിക്ക് പിണറായി വിജയനോട് മാത്രമായി പറയേണ്ട കാര്യം, പിണറായി വിജയന് കാശ് കൊടുക്കാനുള്ളവർ. അതായത് ഞാൻ പറയട്ടെ, ഇപ്പോൾ പിണറായി വിജയനെ മാത്രം കുറ്റം പറയാനാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? ഒരിക്കലുമല്ല. ഞാൻ ആരാണോ ഉത്തരവാദിയാണ് പറയുന്നത്. അപ്പോൾ തുമ്മണ്ടവർ തുമ്മിക്കോളും. അതിപ്പോൾ പിണറായി വിജയനാണെങ്കിൽ പിണറായി വിജയൻ തുമ്മും. ഓക്കെ, ഞാൻ തുടരുകയാണ്. അപ്പോൾ ഇനി സപ്ലൈകോയിലേക്ക് വരാം. സപ്ലൈകോയിലെ റാക്കുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആ റാക്കുകളൊക്കെ ഈ ഓണത്തിന് മുന്നേ നിറയുമോ എന്നുള്ളത് അറിയാനാണ് സാധാരണക്കാർ നോക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എത്രത്തോളം ഇടപെടൽ ഈ കേരളീയത്തിൻ്റെ കാര്യത്തിൽ, സംഘാടനത്തിൻ്റെ കാര്യത്തിൽ കാണിച്ച ശുഷ്കാന്തിയൊക്കെ സപ്ലൈകോയിലെ റാക്ക് നിറയ്ക്കുന്നതിലും ഉണ്ടാകണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോടുള്ള അഭ്യർത്ഥന. കാരണം മുണ്ടുമുറുക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. പക്ഷേ അകത്തോട്ട് ചെല്ലേണ്ട ഭക്ഷണത്തിന് അത് കൃത്യമായിട്ട് അകത്തോട്ട് തന്നെ ചെല്ലണം. അല്ലാതെ മലയാളിക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ സപ്ലൈകോ വിപണി ഇടപെടൽ, അതുപോലെ തന്നെ സപ്ലൈകോയ്ക്കുള്ള സഹായം, നെല്ല് സംഭരണം, നെല്ലുൽപാദനം, ഈ കുടിശ്ശികയെല്ലാം ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കും. എല്ലായിടത്തും സെയിം ആണ്. ഒരേ വാചകം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലുടനീളം. നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എല്ലായിടത്തും ഈ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കും, ഈ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കുമെന്ന് എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞതിന് ശേഷം പറയുകയാണ്. ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇത് റിസോൾവ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണാൻ പോകുന്നത്? ഇതിപ്പോൾ ജൂലൈ മാസമാണ്. ഓണത്തിലേക്ക് 2 മാസമേ ഉള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ഈ റാക്കുകളിലൊക്കെ കൃത്യമായി സാധനങ്ങൾ എത്തിക്കുന്ന രീതിയിൽ, സബ്സിഡി സാധനങ്ങൾ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എത്തിക്കുമോ? ആ രീതിയിലുള്ള ഒരു അഷുറൻസ് കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു അഷുറൻസ് കൊടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രി പറഞ്ഞ വാചകം എന്താണ്? ത്രിവേണി സ്റ്റോറുകളെ ഉപഭോക്തൃ സൗഹൃദമാക്കും. ഉപഭോക്തൃ സൗഹൃദമാക്കുന്നതിനേക്കാൾ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കും എന്നുള്ള ഒരു ഉറപ്പാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് വാതിൽപ്പടി സേവനങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം അത് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനിടയിൽ അത് ചത്തുപോയിരുന്നു. ഞാൻ പറഞ്ഞത് വാതിൽപ്പടി നീതി സ്റ്റോറുകളെക്കുറിച്ചാണ്. ഇടയ്ക്ക് അതിനൊരു അകാല മൃത്യു സംഭവിച്ചു. അപ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളൊക്കെ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ സബ്സിഡി വിപണികൾ വരും. അതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. അറ്റ്ലീസ്റ്റ് സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനങ്ങളെങ്കിലും ഒന്ന് ഉറപ്പാക്കിയാൽ മതി. ഈ വാതിൽപ്പടിയും ഇതൊന്നും ഇല്ല എങ്കിലും പോയി വാങ്ങിച്ചോളാം, സാധനം വെച്ചിരുന്നാൽ മതി എന്നാണ് കേരളത്തിലെ മലയാളികൾ പറയുന്നത്. പിന്നെ കരാറുകാർ, ഞങ്ങൾ ഇനി കരാർ ഏറ്റെടുക്കില്ല, പണി പകുതിയാക്കിയിട്ട് പോയിരിക്കുകയാണ്, കാശ് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിലും കരാർ ഏർപ്പാടാക്കിയിട്ടുള്ള തുകകൾ അതെന്തായാലും 2500 കോടി വിതരണം ചെയ്യും. അത് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതും ഈ സാമ്പത്തിക വർഷം എന്നേ പറയുന്നുള്ളൂ. പിന്നെ പ്രധാനമായും മറ്റ് ധനസഹായങ്ങളുടെ കാര്യവും അങ്ങനെ വീടുകൾ, ലൈഫ് പദ്ധതി, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ നമ്മുടെ കുടിശ്ശികകൾ കൊടുത്തു തീർക്കുന്നതിൽ ഈ 2-3 എന്ന് പറയുന്ന ഡിവിഷൻ വന്നതിനോട് മാത്രമാണ് എനിക്കൊരു വിയോജിപ്പുള്ളത്. കാരണം ആളുകൾ എത്രയും പെട്ടെന്ന് ഇത് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്നത് മുഖ്യമന്ത്രി ഇന്ന് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പല ഹെഡ്സിലായി മുഖ്യമന്ത്രി അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. കയ്യിൽ കാശില്ല.
ബുദ്ധിമുട്ടാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജീവിച്ചു പോകണം അതാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കമായി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുടിശ്ശിക തീർക്കുക, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക, ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പോൾ പ്രോമിസസ് ആയി മുന്നിലുണ്ടെങ്കിലും ഉണ്ണിസാർ നേരത്തെ ചോദിച്ചതുപോലെ ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തില്ല എന്നതാണ് അതിൻ്റെ ഒറ്റ ഉത്തരം. അപ്പോൾ ജനങ്ങൾ ഇതിനോടൊക്കെ, അതായത് നമ്മൾ പറയുമല്ലോ, നമുക്ക് ആദ്യമൊക്കെ ചില കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകും. അതായത് വിവാഹശേഷമൊക്കെ ഒത്തുപോകണമെന്ന് പറഞ്ഞു വിടുമല്ലോ, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒത്തുപോകണം എന്ന് ഉപദേശിക്കും. ഭർത്താവുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതങ്ങ് ഒത്തുപോകണമെന്ന് ഉപദേശിക്കും. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇതിപ്പോൾ വലിയ പ്രശ്നമാണെങ്കിലും എവിടേക്ക് പോകാനാണ്, ഇവിടെ തന്നെ ജീവിച്ചല്ലേ പറ്റൂ എന്ന് മലയാളി പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുണ്ട് മുറുക്കി ബെൽറ്റ് വിട്ട് മലയാളി റെഡിയായി നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, എനിക്ക് അതിനകത്തൊരു വിയോജിപ്പുള്ളത് സുജയ പറഞ്ഞു തുടങ്ങിയത് മുറുക്കി ഉടുക്കാൻ കേരളത്തിലെ ജനങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണോ സുജയ ധരിച്ചത്? അല്ല, മുണ്ട് എടുത്തു കഴിഞ്ഞു, ജനങ്ങൾ മുണ്ട് മുറുക്കി എടുത്തു കഴിഞ്ഞു. അത് പറഞ്ഞത് നമ്മളുടെ സംസ്ഥാന സർക്കാരിലെ വിവിധ വകുപ്പുകളോട് ചെലവ് കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഇനി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ മുണ്ടുമുറുക്കി കൊടുക്കണമെന്നൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അങ്ങനെ ദയവീത് തെറ്റിദ്ധരിപ്പിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഇത് വായ്പയുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ താങ്കൾ നേരത്തെ ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് 636 കോടി രൂപയാണ്. ഞാൻ കൃത്യമായി കണക്ക് പറയാം. ഈ സംസ്ഥാനത്ത് കേന്ദ്രത്തിൻ്റെ വിഹിതമായി കിട്ടേണ്ട, ആരോഗ്യവകുപ്പിൽ മാത്രം കിട്ടേണ്ട സാധാരണക്കാരായ രോഗികൾക്ക് പനി പിടിച്ചു പോയി മെഡിക്കൽ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങുന്നതടക്കം NHMൻ്റെ കീഴിൽ കിട്ടേണ്ട 636.88 കോടി രൂപ എവിടെയാണ് സുജയ? അതിന് കൃത്യമായ കണക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാരും ധനമന്ത്രിയും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൃത്യമായ കണക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. കൃത്യമായ കണക്കല്ല, ധനമന്ത്രി ആവശ്യപ്പെട്ട കുടിശ്ശികയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, കേന്ദ്രം തരുന്നില്ല. കണക്കുമല്ല, നോക്കൂ, ഇത് ഈ മാസം വരെ എലിജിബിൾ ആയിട്ട് നമുക്ക് കിട്ടാനുള്ളതാ. ശരാശരി 10 മാസം 12 മാസം വൈകിപ്പിച്ചാണ് കേരളത്തിലെ പല ഫണ്ടുകളും കേന്ദ്രത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. ഞാനതാണ് നേരത്തെ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇത്രയും കാലമായിട്ട് റീസൺ ചോദിച്ചില്ലേ? റീസൺ ചോദിച്ചില്ലേന്നോ? എവിടെ ജീവിക്കരുത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ ഇത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ല, ഞാൻ ചോദിക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് അതിന്റെ റീസൺ ചോദിച്ചറിയില്ല. റീസൺ ചോദിക്കുമ്പോൾ എന്താ മറുപടി? റീസൺ ചോദിക്കുമ്പോൾ എന്താ മറുപടി? സുജയുടെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സുജ മറുപടി പറയുന്ന പോലെയാ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉപമയൊന്ന് മാറ്റി വെക്കണം? സുജയോട് ചോദിക്കുന്ന ചോദ്യത്തിന് സുജയ്ക്ക് മറുപടി പറയാൻ അറിയാം. അതെ, നോക്കൂ, ആ ഉപമ വേണ്ട. ചോദ്യം കേൾക്കൂ, ആ ഉപമ വേണ്ട. കേൾക്കൂ, ഇത് കേൾക്കൂ. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട. എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഇത് കേൾക്കൂ എന്നുള്ളതാണ്. ഒരു കാര്യം കേൾക്കൂ സുജയ. ആദ്യം, എന്തുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിലേക്ക് NHMന്റെ പേരിൽ കൊടുക്കാനുള്ള 636 കോടി രൂപ കൊടുക്കാത്തത്? അതാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സുജയ അല്ലല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ, കേരളത്തിലെ, ഞാൻ പറയട്ടെ, ഞാൻ അതിനു മുൻപ് ചോദിച്ചല്ലോ, കേരളത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നേടിയെടുക്കുന്നില്ല? മറുപടി നേടിയെടുത്തു. എന്താ മറുപടി നേടിയെടുക്കുന്നത്? ഇപ്പൊ തരും. ഇതാണ് കേന്ദ്രത്തിന്റെ മറുപടി. ഇപ്പൊ തരുമെന്ന മറുപടിയാണ്. നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും പൈസ കൊടുക്കാത്തത് കൊണ്ടോ കണക്ക് കൊടുക്കാത്തത് കൊണ്ടോ അല്ല. 3970 കോടി രൂപ കേരളത്തിന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം കേന്ദ്രത്തിന്റെ കുടിശ്ശികയെ ബാക്കി നിൽക്കുന്നു. ഏതൊക്കെ ഹെഡാണെന്ന് ഞാൻ കൃത്യമായിട്ട് വായിച്ചു തരാം. ഈ 636 കോടി രൂപ കൊടുക്കാത്തതിന്റെ കഥ എന്താണെന്നറിയോ? കണക്ക് കൊടുക്കാത്തതുകൊണ്ടല്ല, ബ്രാൻഡിങ്, അതാണ് വിഷയം. ലൈഫ് മിഷന്റെ പേരിൽ ബ്രാൻഡിങ്, അതാണ് വിഷയം. ആ പടം വയ്ക്കണം, ആ കക്കൂസിലും വീട്ടിലും പണം ഒട്ടിച്ചാൽ മാത്രമേ പണം തരത്തുള്ളൂ എന്ന് പറയുന്ന ബ്രാൻഡിങ്, അതാണ് ഇവിടുത്തെ കേരളത്തിലെ സാധാരണക്കാരായ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലേക്കാക്കുന്നതിൽ ഒരു ഘടകം. നോക്കൂ, ഇത് മാത്രമല്ല, അർബൻ ലോക്കൽ ബോഡി ഗ്രാൻഡ് 513 കോടി രൂപയാണ്. എല്ലാം പാസ്സായിരിക്കും. എന്താ തരാത്തത്? ഹെൽത്ത് ഗ്രാൻഡ് 725 കോടി രൂപ തരാത്തത് എന്താ? ഇപ്പോൾ 100 കോടി നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് റിലീസ് ചെയ്തു. ബാക്കി എന്താ പൈസ തരാത്തത്? കേന്ദ്രത്തിന്റെ പൈസ ഇല്ലാഞ്ഞിട്ടാ? സമഗ്ര ശിക്ഷാ കേരളം 188. ഡോക്ടർ അരുൺ, ഇങ്ങനെ ഇരുന്ന് വാചാടോപം കൊണ്ട് വാചാടോപമല്ല, ഞാൻ പറയുന്ന കണക്കാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന കിട്ടുന്നില്ല, പലതിലും കേന്ദ്രത്തിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊഴികെ നിങ്ങൾ വിവേചനപരമായിട്ടാണ് സാമ്പത്തിക നീതി എന്നുള്ളതാണ് കേരളത്തിലും കർണാടകയിലും. നോക്കൂ സുജയ, കേരളത്തിന്റെ അടക്കമുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം സാമ്പത്തികമല്ല, അത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ കണക്ക് വായിക്കുന്നത്. പോഷൺ അഭിയാൻ 141 കോടി കണക്ക് കൊടുക്കാത്തോണ്ട. നാഷണൽ ഹെൽത്ത് മിഷൻ 636 കോടി കണക്ക് കൊടുക്കാത്തോണ്ട. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ ഡിസംബർ മാസത്തിന് മുമ്പ് എല്ലാ കണക്ക് സെറ്റിൽ ചെയ്തതാ, 220 കോടി. എവിടെ ബാക്കി? ഈ കണക്കുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ തരാം പിന്നെ തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നേ ചോദിക്കുന്നുള്ളൂ. ഇനി നമ്പർ 2 രണ്ടാമത്തെ കാര്യം, 12,560 കോടി കിഫ്ബിയുടെ വായ്പാ പരിധിയിൽ അടക്കം
നിങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഇതേപോലെ റിട്രോസ്പെക്റ്റീവായിട്ട് കിഫ്ബിയുടെ പേരിലോ പെൻഷൻ ഫണ്ടിൻ്റെ പേരിലോ ഏതെങ്കിലും ഓഫ് ബഡ്ജറ്റിൻ്റെ പേരിലോ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പീനലൈസ് ചെയ്തിട്ടുണ്ടോ? കേരളമല്ലാതെ ഏത് സംസ്ഥാനമാണ് സുപ്രീം കോടതി വരെ പോവുകയും സുപ്രീം കോടതി പോയപ്പോഴും എന്താണ് സംഭവിച്ചത്? ഈ ചോദ്യം പോകുന്നത് എപ്പോഴാ? പീനലൈസ് ചെയ്യുമ്പോഴല്ലേ പോവാ? റെലവെന്റ് ആയിട്ടുള്ള ഏറ്റവും നിയറസ്റ്റ് ഫാക്ട് എന്താണെന്ന് നോക്കൂ. സുപ്രീം കോടതിയിൽ കേരളമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഇതേപോലെ മുൻകാല പ്രാബല്യത്തോടു കൂടി നിങ്ങൾ കടമെടുത്തത് കിഫ്ബിയുടെ പേരിൽ പെൻഷൻ ഫണ്ടിന്റെ പേരിൽ അതല്ല ഇനി മറ്റേതെങ്കിലും ഓഫ് ബഡ്ജറ്റിന്റെ പേരിൽ നിങ്ങൾ കടമെടുത്തത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ കൂട്ടിയിട്ടുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. കേരളം ചെയ്തതുപോലെയുള്ള ഈ കടമെടുപ്പ് പരിധിയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള നീക്കം കർണാടകയുടെയോ തമിഴ്നാടിന്റെയോ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായോ? അപ്പോൾ കേരളം ചെയ്യാത്ത കാര്യവും തമിഴ്നാട് ചെയ്യാത്ത കാര്യവും കേരളം ഓഫ് ബഡ്ജറ്റ് ബോറോ ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഞാൻ ചോദിക്കുന്നത് കേരളത്തിന് എന്തുകൊണ്ടാണ് കൃത്യമായി കണക്കുകൾ സമർപ്പിക്കാൻ പറ്റാത്തത്? മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമല്ലല്ലോ. FRBM ആക്ടിന്റെ പരിധിയിലാണല്ലോ നിങ്ങൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണെങ്കിലും കടമെടുപ്പും തീരുമാനിക്കുന്നത്. കേന്ദ്രത്തിന് അത് ബാധകമല്ലേ? കേന്ദ്രത്തിന് അത് ബാധകമാണ്. കേന്ദ്രത്തിന്റെ കടമെടുപ്പ് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ കടം എന്ന് പറയുന്നത് ഇത്ര ലക്ഷം കോടിയാണ്. ഇത് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പകരം കേരളം എന്തുകൊണ്ട് കേന്ദ്രം ആവശ്യപ്പെട്ട കണക്കുകൾ ആ ഓരോ ഹെഡ്സിലും കൊടുക്കുന്നില്ല? അത് ധനമന്ത്രി എത്ര തവണ ചോദിച്ചു, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു. എന്നിട്ടും അങ്ങേക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ധനമന്ത്രി നേരിട്ട് വന്ന് പറഞ്ഞതല്ലേ? FRBM ആക്ട് കേന്ദ്രത്തിന് ബാധകമാണോ അല്ലയോ? ഞാൻ ചോദിച്ചല്ലോ. FRBM ആക്ടിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു കാര്യം ചോദിച്ചതിന് മറുപടിയില്ല. ധനമന്ത്രി ഇവിടെ വന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ അടക്കം പെരുപ്പിച്ച് കാണിക്കുന്നതാണെന്നും കണക്ക് ചോദിച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കണക്കാണ്. നോക്കൂ, ഹെൽത്ത് മിഷനിൽ കൊടുക്കാനുള്ള 636 എന്തുകൊണ്ട് കൊടുത്തില്ല? കണക്ക് കൊടുക്കാത്തോണ്ടാണോ? കണക്ക് മാത്രമല്ല, ഓരോന്നിനും അതിന്റേതായ നിർവഹണ രീതി ഉണ്ടാകും. ആ നിർവഹണ രീതി അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതെ, അതാണ് കാരണം. ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ നിമിഷം വരെ, ഇന്നത്തെ ദിവസം വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഈ സർക്കാരിന് ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ തിരുത്തണ്ടേ, നിങ്ങൾ തിരുത്തുന്നില്ലേ, ഇതായിരുന്നല്ലോ ആവർത്തിച്ച് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിലേറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ശൈലി മാറ്റണം എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോഴും ഈ പറയുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊരു പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക് സർക്കാർ ഉയർന്നു പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഉയർന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതേ. അത് അങ്ങേയറ്റം സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. നേരത്തെ സൂചിയെ പറഞ്ഞ കണക്ക് അവശ്യ മരുന്നുകൾ ലഭിക്കുന്നില്ല. ഈ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് റാക്കുകൾ, മറ്റേ ഈ സപ്ലൈകോയിലെ റാക്കുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഈ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും. അത് സമയബന്ധിതമായി പരിഹരിക്കും. അത് DA കുടിശ്ശിക കൊടുക്കും. ക്ഷേമ പെൻഷൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന കുടിശ്ശിക 2 ഘട്ടമായി കൊടുക്കും. പക്ഷേ ക്ഷേമ പെൻഷനുകൾ തുടർന്ന് കൊടുത്തുകൊണ്ടേയിരിക്കും. ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകൾ പുനഃസ്ഥാപിച്ച് അത് കൊടുത്തുകൊണ്ടിരിക്കും. അവശ്യ മരുന്നുകൾ ലഭ്യമാക്കും. ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സഭയുടെ ഫോറത്തിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു പരിഹാരത്വമായിട്ട് മുന്നോട്ട് വരികയാണല്ലോ ചെയ്യുന്നത്. അത് സ്വാഗതാർഹമാണ് സുജയ, അത് നിശ്ചയമായും സ്വാഗതാർഹമാണ്. തിരുത്തട്ടെ, അതാണ് തിരുത്തൽ. ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിങ്ങൾ തിരുത്തുന്നില്ല എന്ന് പറയുമ്പം വളരെ കൃത്യമായ ഒരു തിരുത്തൽ പ്രഖ്യാപനം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഉത്തരവാദിത്വത്തോട് പറയുമ്പം ആ തിരുത്തലിനെ സ്വാഗതം ചെയ്യണം. പിന്നെ ഇത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നവരാണ്, നമ്മൾ മാധ്യമപ്രവർത്തകരാണ്. നമ്മളിതിപ്പം ഇന്നത്തെ പ്രസ്താവന മാത്രമല്ല റിപ്പോർട്ട് ചെയ്യുക, തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ജനങ്ങളോട് പറയാം. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ പുരോഗമനപരമായൊരു നിലപാട് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അതത്ര നിസ്സാരമായിട്ട് നടത്താവുന്നൊരു പ്രസ്താവനയല്ല. അതിങ്ങനെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ച് നടത്താവുന്നൊരു പ്രസ്താവനയല്ല. കാരണം കോടിക്കണക്കിന് ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണിതൊക്കെ. അതുകൊണ്ട് അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് എന്നുള്ള നിലയ്ക്കും സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോട് തന്നെയാണ് പിണറായി വിജയൻ ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടന്നാൽ മതി സാർ, നടന്ന് കാണണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കാതെ ജനങ്ങൾക്കിത് നേടിയെടുത്ത് കൊടുക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവണം. അല്ല, കേന്ദ്രത്തെ കുറ്റം പറയാന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയന്റെ പ്രസംഗത്തിന്റെ തുടക്കം എന്താണ്? ഈ പറയുന്ന
പണഞ്ഞെരുക്കമാണ്. ആ പണഞ്ഞെരുക്കത്തിന്റെ സാഹചര്യം എന്താണ്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, GST വിഹിതത്തിലുണ്ടായ കുറവ്. അത് സത്യമാണല്ലോ, അത് പറഞ്ഞിട്ടില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് വന്നുകൊണ്ടിരുന്ന ഒരു പൈസ വരാതായി. അത് പക്ഷേ ഒരു സാമ്പത്തിക നയമാണ്, അംഗീകരിച്ചിരിക്കുന്ന സാമ്പത്തിക നയം. അത് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ ഈ ഓഫ് ബജറ്റ് ബോറോയിങ്ങിനെ പൊതുക്കടവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് ഈ ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ അത് പോയപ്പോഴത്തേക്കും 12,500 കോടി രൂപ അങ്ങ് ഒഴുകി പോവുകയാണ്. പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണ പദ്ധതി നമുക്കിപ്പോൾ നാട്ടിൽ മുടങ്ങിയല്ലോ. നമ്മളൊക്കെ അറിയുന്നൊരു കാര്യമാണല്ലോ ഈ ഉച്ചഭക്ഷണ പദ്ധതി എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. അതിന് കുറ്റപ്പെടുത്തൽ കേട്ടത് കേരള സർക്കാർ മാത്രമാണ്. അതിനകത്ത് കുറ്റപ്പെടുത്തൽ കേട്ടത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? കേരളത്തിന്റെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ കേന്ദ്രത്തിനൊരു വിഹിതമുണ്ട്. ഈ പറയുന്ന അത് അതെ, ആ രീതിയിൽ നമുക്ക് പല ഈ പറയുന്ന ഹെഡ്സിലായിട്ട് കിട്ടേണ്ട പൈസകൾ കിട്ടാതെ പോയതും അല്ലെങ്കിൽ അത് വൈകി കിട്ടിയതുമൊക്കെയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനി നമ്മളൊരു കാര്യം സത്യസന്ധമായിട്ട് ആലോചിക്കണ്ടേ? കോവിഡ് ഈ ലോകത്ത് എല്ലാവരും ഒരുപോലെ അനുഭവിച്ചതാണ്. അതിൻ്റെ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട്. അതിന് തൊട്ടു മുമ്പ് 2 വർഷങ്ങളിലെ 2 പ്രളയങ്ങൾ ഈ സംസ്ഥാനത്തിനുണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നം ചെറുതാണോ? നമ്മുടെ സാമ്പത്തിക രംഗത്തെ മുഴുവൻ പിടിച്ചുലച്ച് കളഞ്ഞില്ല ഈ 2 പ്രളയം. ഈ 2 പ്രളയവും കോവിഡും കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഉപഭോക്തൃ സംസ്ഥാനമാണ് നമ്മളെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഉൽപ്പാദക സംസ്ഥാനമൊന്നുമല്ല, ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 80% നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് മാത്രമാണോ? നമ്മുടേത് റെമിറ്റൻസ് അല്ലേ? നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണാണല്ലോ ഈ റെമിറ്റൻസ്. ഈ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലിയെടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന പണം. എത്ര ആളുകളാണ് സുജയ പണിയില്ലാതായി പോയത് ഈ കോവിഡിന് ശേഷം? തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. നമ്മുടെ ബാക്ക് ബോൺ ഓഫ് എക്കോണമി എന്ന് പറയുന്നത് ഈ റെമിറ്റൻസ് ആണ്. അതും പോയി. പ്രളയം, കോവിഡ്, റെമിറ്റൻസ് ഇതെല്ലാം പ്രശ്നമായതിനു ശേഷമാണ് ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ കൂടി ഈ പീനലൈസേഷൻ വരുന്നത്. അതോടുകൂടി നടുപൊടിഞ്ഞു പോയ ഒരു സംസ്ഥാനമാണ് കേരളം. നേരത്തെ തർക്കം വേണ്ട. ഇപ്പോൾ 2,500 രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി പ്രഖ്യാപിച്ചിട്ടാണ് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. LDFിൻ്റെ പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് 2,500 രൂപ പ്രഖ്യാപിച്ചത്? ഘട്ടം ഘട്ടമായിട്ട് ഈ പെൻഷൻ ഉയർത്തിക്കൊണ്ടുവരാൻ LDFിന് കഴിഞ്ഞിട്ടുണ്ട്. 1,600 രൂപ വരെ എത്തിച്ചിട്ടുണ്ട്. 600-ൽ നിന്ന് 1,600 വരെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന 2 പ്രളയവും കോവിഡും കൂടി കഴിഞ്ഞതിന് ശേഷം ഈ സാമ്പത്തിക ഞെരുക്കവും കൂടി വരുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നു. നന്നായിട്ട് CPM-ന് അറിയാം, നന്നായിട്ട് LDFിന് അറിയാം. ഈ 1ാം പിണറായി സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ് വോട്ടായിട്ട് തിരിച്ചു വന്നത് എന്ന കാര്യത്തിൽ അവർക്ക് ഒരു സംശയവുമില്ല. അക്കാര്യത്തിൽ ഈ ക്ഷേമ പെൻഷനും കിറ്റുമൊക്കെ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. ജനങ്ങൾക്കൊരു ആത്മവിശ്വാസമായി. പ്രത്യേകിച്ച് കോവിഡിൽ അവർ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പാൻഡമിക്കിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതിരിക്കുമ്പോഴാണ് വീടിൻ്റെ പതിവാതിക്കലേക്ക് ഈ പറയുന്ന കിറ്റ് വന്നു എന്നുള്ളത്. അതിന് പണവും വന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് മരുന്ന് വന്നു. അപ്പം സ്വാഭാവികമായിട്ട് അതിനൊരു നന്ദി പ്രകടനമാണ് ഈ തിരിച്ചവരെ വീണ്ടും അധികാരത്തിലേറ്റി എന്നുള്ളത്. അപ്പോൾ അത് അവിടെ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലുള്ള ഏറ്റവും നല്ല ആയുധമല്ല ഈ 2 സാധനവും. പക്ഷേ അത് ചെയ്യാൻ കഴിയാതെ പോയി. എന്തുകൊണ്ടാണ് ചെയ്യാൻ കഴിയാതെ പോയി? അപ്പോൾ 2ാമത് അധികാരത്തിൽ വന്നു. ഇനി നമുക്ക് കിറ്റൊന്നും കൊടുക്കണ്ട, പണം കൊടുക്കണം, ക്ഷേമ പെൻഷൻ കൊടുക്കണ്ട എന്നൊരു സർക്കാർ തീരുമാനിക്കില്ല. കാരണം വെച്ചാൽ അതാണ് ഏറ്റവും മികച്ച ക്ഷേമ പ്രവർത്തനമായിട്ട് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്. അവരുടെ ഒരു ബോധ്യത്തിൽ അത് വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒരു സാധനത്തിനകത്ത് വീഴ്ച വരുത്താൻ ഒരു സർക്കാരും തയ്യാറാകില്ലെന്നേ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണക്ക് പ്രളയവും കോവിഡും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ റെമിറ്റൻസിലെ കുറവും ഒക്കെ കൂടെ വന്നൊരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ളതിലേക്ക് നമ്മളങ്ങ് ഞെരുങ്ങിപ്പോയി. അതിൻ്റെ കൂട്ടത്തിലേക്ക് കേന്ദ്രത്തിൻ്റെ പീഡനം കൂടി ആയപ്പോഴത്തേക്കും ഗംഭീരമായി. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോളൂ. അതായത് സിവിൽ സപ്ലൈകോയുടെ കാര്യം പറഞ്ഞല്ലോ, റാക്ക് ഒഴിഞ്ഞു കിടക്കുന്നതിനെക്കുറിച്ച്. സുജയ പാർവതി, നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഭാരത് റൈസും കെ റൈസും കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നറിയാമോ? FCIയിൽ നിന്ന് കേരളത്തിലെ സിവിൽ സപ്ലൈകോയ്ക്ക് ടെൻഡർ വിളിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഈ FCI ഗോഡൗണുകളിലെ അരി കേരളത്തിലെ സിവിൽ സപ്ലൈക്ക് ടെൻഡർ വിളിച്ചെടുക്കാൻ പറ്റാത്തൊരു ചട്ടം എന്തിനാണ് കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ? അതുകൊണ്ടാണ് ഭാരത് റൈസ് തൃശ്ശൂരിലും പാലക്കാടും കൊണ്ട് വിതരണം ചെയ്തത്. ഇപ്പോൾ ഭാരത് റൈസ് എവിടെ കൊടുക്കുന്നുണ്ട്? കെ റൈസും കിട്ടാനില്ലല്ലോ. കെ റൈസ് കിട്ടണമെങ്കിൽ FCIയിൽ നിന്ന് നിങ്ങൾ പണം കൊടുക്കണം. ഒരു ഭാഗത്ത് നിങ്ങൾ കടമെടുക്കാൻ ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അല്ല, എന്നാലും ഞാൻ ചോദിക്കുന്നത്, സാമ്പത്തിക പ്രതിസന്ധി ഉള്ളയാൾ മത്സരിക്കാനായി കെ റൈസ് ഇറക്കിയല്ലോ. ശരി, സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ല. ഭാരത് റൈസ് എവിടെ? ഭാരത് റൈസ് വന്നു. ഭാരത് റൈസ് വന്നു. ആളുകൾ താങ്കൾക്ക് താല്പര്യമില്ല. താങ്കൾ പാലക്കാട് എനിക്ക് നാളെ രാവിലെ ഭാരത് റൈസ് വേണം. എവിടെ കിട്ടും? താങ്കൾ അന്വേഷിക്കൂ ഭാരത് റൈസ് എവിടെ കിട്ടുമെന്ന്. ഞാൻ അതിന്റെ സപ്ലയർ അല്ലല്ലോ. വേണ്ട, പറയൂ. പാലക്കാടുണ്ടോ, തൃശ്ശൂരുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് വന്നപ്പോൾ താങ്കൾ വാങ്ങില്ല. താങ്കൾ പറഞ്ഞു ഞാൻ ഭാരത് റൈസ് വേവില്ല. ഇതേ ഫ്ലോറിൽ താങ്കൾ പറഞ്ഞു ഭാരത് റൈസ് വേവില്ല, വേവ് കൂടുതലാണ്.
വേവുന്നോ? അരി കാണാനല്ല, അരി ഇട്ടിട്ടല്ലേ വേവുന്നത്. അല്ല, താങ്കൾക്ക് അന്ന് വേണ്ട എന്ന് പറഞ്ഞു. വേവണമെങ്കിൽ അരിയും കൂടി ഇടണം. അല്ല, ഡോക്ടർ അരുൺ വേണ്ട എന്ന് പറഞ്ഞു, കെ റൈസ് വെച്ചോളാം എന്ന് പറഞ്ഞു. ആരുടെ തിളപ്പാരുന്നു എന്നൊക്കെ കേരളത്തിലെ നന്നായിട്ട് ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് ഇനി അവരെ തിളപ്പിക്കാൻ നിൽക്കരുത് ദയവ് ചെയ്ത്. അവരാണ് വെന്തുകൊണ്ടിരിക്കുന്നത്, അടക്കമുള്ള ആളുകൾ. ഒരു കാര്യം കൂടി സുജിയ, അതിനുത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. സിവിൽ സപ്ലൈകോയെ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്തു, അവിടുന്ന് ടെൻഡർ എടുക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല, പിടിച്ചു. നിങ്ങൾ കടമെടുത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. 34 ലക്ഷം ആളുകൾക്കാണ് 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ അത് ഒറ്റയടിക്ക് 28 ലക്ഷം ആളുകളെ കൂടെ കൂട്ടി 62 ലക്ഷം ആളുകൾക്കാക്കി. അന്ന് 8,800 കോടി രൂപയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നത് 32,000 കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കണം. ആ അവസ്ഥയിലേക്ക് എത്തി. ഒരു വർഷം കൊടുക്കാൻ 12,000 കോടി വേണ്ട സുജയ, 11,000 കോടി മതി. നിങ്ങൾ ആ 12,000 കോടി ആ കടമെടുപ്പ് പരിധിയിൽ ഒന്ന് അനുവദിച്ച് കിട്ടിയാൽ മതി. കേരളം മുഴുവൻ ആളുകളുടെ വീട്ടിലും ഈ പറയുന്ന സൗജന്യമായിട്ട് ഈ പണം എത്തും. ഈ കാര്യങ്ങളെല്ലാം അല്ലേ ഡോക്ടർ അരുൺ സുപ്രീം കോടതിയിലും വാദിച്ചത്? അല്ല, വാദിച്ചത് അല്ല, സുപ്രീം കോടതിയിൽ കടമെടുപ്പ് പരിധിയുടെ വാദമാണ് പോയത്. നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി പോയിരിക്കുന്നത്. അതിലൊരു തീർപ്പാവട്ടെ, കോടതിയുടെ പരിഗണനയിലേക്ക് പോയല്ലോ. അതാണ് സാറേ, ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ ഇവിടെ നിന്ന് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കൊടുക്കട്ടെ. അത് ന്യായം. അപ്പോൾ മുണ്ട് മുറുക്കി ഉടുക്കാനോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം യെസ് എന്ന് തന്നെയാണ് 3 പേരും. Meet the editors.